ഹലോ എവരിവൺ, വെൽക്കം ടു എഡ്യൂഫിൽ ലേണിംഗ്. നമ്മളെ എൻലൈറ്റ് എന്ന സൗജന്യമായിട്ട് സൈക്കോളജി നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ക്ലാസ്സിലാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ അറ്റൻഷനുമായിട്ട് ബന്ധപ്പെട്ട് 5ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഭാഗത്തു നിന്ന് അറ്റൻഷനുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തെ ഒരു ക്ലാസ്, ഒരു പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ അതിൻ്റെ ടൈപ്പ് ഓഫ് അറ്റൻഷനുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച ഒരു ചോദ്യം ഡിസ്കസ് ചെയ്തു. ഇനി 2ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പാർട്ട് 2ൽ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ തിയറിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും അതിൽ പ്രതിപാദിച്ച തിയറീസുമാണ്. അറ്റൻഷൻ്റെ തിയറീസ് ഒരുപാട് തിയറീസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയപ്പെടുന്ന തിയറീസ് അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട തിയറികളാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് 2ാമത്തെ PYQ? Which model of attention suggests that information is filtered based on physical characteristics? നമുക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻസ് അത് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഫിൽട്ടർ ചെയ്യുന്നത് ഏത് മോഡൽ ഓഫ് അറ്റൻഷനാണ്? മോഡൽ ഓഫ് അറ്റൻഷന് അഥവാ ഏത് ടൈപ്പ് ഓഫ് തിയറിയാണ്? ഒന്നാമത്തേത് ട്രൈസ്മാൻ അറ്റനേഷൻ തിയറിയാണ്. ഓക്കെ, Treisman's attenuation theory, Broadband's filter model, Descendis late selection model, പിന്നെ കോൺമാൻ കപ്പാസിറ്റി മോഡൽ. സോ ഈ 4 ഓപ്ഷനാണ് തന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. തിയറീസ് ഓഫ് അറ്റൻഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ മനസ്സിലാക്കണം, 2 ടൈപ്പ് ഓഫ് തിയറീസിനെ നമ്മൾ 2 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് ഏർലി സെലക്ഷൻ തിയറി. ഏർലി സെലക്ഷൻ തിയറി എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ ആക്ട് ആസ് ഫിൽട്ടർ ഏർലി. നമ്മളൊരു കാര്യത്തെ അറ്റൻഡ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് ആ ഒരു സ്റ്റിമുലസ് നമ്മുടെ മെമ്മറിയിലേക്ക് എത്തുന്നത്, നമ്മുടെ ഹയർ മെൻ്റൽ ഫങ്ഷനിലേക്ക് എങ്ങനെയാണ് അത് എത്തുന്നത് എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നതാണ് ഓരോ തിയറികളും. അറ്റൻഷൻ ഒരു കാര്യം നമ്മൾ കാണുമ്പോൾ, ഒരു കാര്യം നമ്മൾ കേൾക്കുമ്പോൾ അതെങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ മോഡൽസ് ഒക്കെ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതിൽ ബ്രോഡ്ബാൻഡ് ഫിൽട്ടർ മോഡലും ട്രേസ്മാൻ അറ്റനുവേഷൻ മോഡലും ഒക്കെ വരുന്നത് ഏതാണ്? ഏർലി സെലക്ഷൻ തിയറി. അഥവാ ഫിൽട്ടർ എന്ന് പറയുന്നത് അറ്റൻഷൻ ആക്ട് ആസ് ഫിൽട്ടർ ഏർലി. ഫിൽട്ടർ എന്ന് പറയുന്നത് ഏർലിയിലാണ് എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ നമ്മൾ അത് ബ്രെയിനിൽ എത്തുന്നതിന് മുന്നെയാണ് ഫിൽട്ടർ നടക്കുന്നത് എന്നുള്ളതാണ് ഈ തിയറീസ്, ഏർലി സെലക്ഷൻ തിയറീസ് പറയുന്നത്. അത് നോക്കാം. 2ാമത്തേത് എന്താണ്? ലേറ്റ് സെലക്ഷൻ തിയറീസ്. ലേറ്റ് സെലക്ഷൻ തിയറീസ് എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ഹാപ്പൻസ് ലേറ്റർ അറ്റ് ദ റെസ്പോൺസ് സ്റ്റേജ്. റെസ്പോൺസ് സ്റ്റേജിലാണ് സെലക്ഷൻ നടക്കുന്നത്, ഏതാണ് സെലക്ട് ചെയ്യണം, അവിടെയാണ് യഥാർത്ഥത്തിൽ ഫിൽറ്ററിങ് നടക്കുന്നത് എന്നാണ് ലേറ്റ് സെലക്ഷൻ തിയറീസ് പറയുന്നത്. അത് ഏതൊക്കെയാണ്? ഡെഷൻഡഷ് ലേറ്റ് സെലക്ഷൻ തിയറിയാണ് പറയുന്നത്. ഈ 2 തിയറി 3 തിയറി മാത്രമാണോ ഉള്ളത്? അല്ല. ഇനി മറ്റ് തിയറീസ് ഉണ്ട്. എന്ത്? സ്കീമ തിയറി ഉണ്ട്, നെയ്സറിൻ്റെ സ്കീമ തിയറി ഉണ്ട്, മൾട്ടി മോഡൽ തിയറി ഉണ്ട്, അതുപോലെ തന്നെ ഫോസ്റ്റർ ആൻഡ് ലെവിൻ്റെ തിയറി ഉണ്ട്, ലെവിസ് ലോഡ് തിയറി ഉണ്ട്. ഇതൊക്കെ ഉണ്ട്. ബട്ട് ഇതൊന്നും കംപ്ലീറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ PYQ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൽ ഓപ്ഷനിലുള്ള തിയറീസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള തിയറികളൊക്കെ ഈ ഒരു ക്ലാസ്സിൽ എടുക്കാത്തതൊക്കെ നമ്മൾ നമ്മുടെ വെബിനാറിൽ എന്ത് ചെയ്യും? ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ബ്രോഡ്ബാൻഡ്സ് ഫിൽട്ടർ മോഡൽ തിയറി 1958. അറ്റൻഷൻ വർക്ക്സ് ലൈക്ക് എ ഫിൽട്ടർ. അറ്റൻഷൻ ഒരു ഫിൽട്ടർ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഇൻകമിങ് ഇൻഫർമേഷൻ ഈസ് ഫിൽറ്റർഡ് ബേസ്ഡ് ഓൺ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് പിച്ച്, ലൗഡ്നെസ്, ലൊക്കേഷൻസ് ഓഫ് സൗണ്ട്. നമ്മുടെ PYQയിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇൻകമിങ് ഇൻഫർമേഷൻ ഈസ് ഫിൽറ്റർഡ് ബേസ്ഡ് ഓൺ ദ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. 1ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ ഫിൽട്ടർ ചെയ്യുന്ന ഏത് മോഡലാണെന്നായിരുന്നു. അപ്പം 1ാമത്തേൻ്റെ PYQൻ്റെ ആൻസർ നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു. പക്ഷെ എന്ത് ചെയ്യാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയുള്ള ഓപ്ഷൻസും ഡിസ്കസ് ചെയ്യാം. അപ്പം ഇവിടെ നമുക്ക് മനസ്സിലായി ബ്രോഡ്ബാൻഡ് ഫിൽട്ടർ മോഡൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം നമ്മൾ നോക്കുക, ബേസ്ഡ് ഓൺ ദ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. സോ ആ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഇനി അതർ ഇൻപുട്സ് ആർ ബ്ലോക്ക്ഡ്. അതിൻ്റെ മറ്റൊരു ഫീച്ചറാണ് ബാക്കിയുള്ള എല്ലാ ഇൻപുട്സും എന്താണ്? ബ്ലോക്ക് ചെയ്യും. നമുക്ക് വരുന്ന അറ്റൻഷന് വേണ്ടി നമ്മളൊരു ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫിൽട്ടർ കൂടെ കടത്തി വിടുന്നത് മാത്രം എന്ത് ചെയ്യുള്ളൂ? അടിയിൽ എത്തുള്ളൂ. നമ്മളൊരു ഫിൽറ്ററിലൂടെ കടത്തി വിടുമ്പോൾ ബാക്കിയൊക്കെ എന്ത് ചെയ്യും? ബ്ലോക്ക് ആവും. അപ്പോൾ ഇവിടെയും പറഞ്ഞ എന്താ? ബാക്കിയുള്ള എല്ലാ സ്റ്റിമുലസും എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. അതിൽ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള സ്റ്റിമുലസ് എന്ത് ചെയ്യും? ഉള്ളിലേക്ക് ഫിൽട്ടറായി പോകും എന്നുള്ളതാണ്. ദിസ് മോഡൽ ഈസ് ഓഫൻ കമ്പയർഡ് ടു എ ബോട്ടിൽ നെക്ക് വെയർ ഓൺലി എ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ക്യാൻ പാസ് ത്രൂ അറ്റ് എ ടൈം. സോ ഇത് അപ്പോൾ ബോട്ടിൽ നെക്ക് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇത്
പ്രസൻറ്റ് ചെയ്യുന്ന ഈ രൂപത്തിലും പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്, ബോട്ടിൽ നെക്കിൻ്റെ രൂപത്തിൽ. കാരണം എന്താ, ഒരുപാട് സ്റ്റിമുലസ് കടന്നു വരുന്നു, അതിൽ ഫിൽറ്റർ ചെയ്തത് മാത്രം പോകുന്നു. ഈ ഒരു സ്ട്രക്ചർ ഉള്ളത് കൊണ്ടാണ് ഇതിനെ ബോട്ടിൽ നെക്ക് തിയറി എന്നും പറയപ്പെടുന്നത്. ഇവിടെ മെസ്സേജസ് വരികയാണ് സെൻസറി സ്റ്റോറിലേക്ക്. നമ്മളിപ്പം നമ്മുടെ ഐ ആയിരുന്നാൽ, നമ്മുടെ ഇയർ ആയിരുന്നാൽ ഓഡിറ്ററിയും അല്ലെങ്കിൽ ഓൾഫാക്ടറി, നമ്മുടെ ടേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ നെർവ്സ് ഉണ്ട്. സോ അവിടെ സെൻസറി സ്റ്റോറിൽ അവിടെ എത്തും നമ്മുടെ മെസ്സേജസ്. പിന്നെ എന്ത് ചെയ്യുന്നു, ഫിൽറ്റർ ചെയ്യുന്നു, എന്നിട്ട് ഡിറ്റക്റ്റ് ചെയ്യുന്നു, മെമ്മറിയിലേക്ക് പോകുന്നു. അപ്പം ഇവിടെ അറ്റൻഡ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാക്കി ഇവിടെ ഒന്നേ എത്തിയിട്ടുള്ളൂ ഫിൽറ്റർ ചെയ്തിട്ട്, ബാക്കി എന്ത് ചെയ്തു, ബാക്കി 2 ബ്ലോക്കായി. അപ്പോൾ അതെന്ത് ചെയ്യുന്നു, തീരെ ഉള്ളിലേക്ക് എത്തുകയില്ല, അഥവാ മെമ്മറിയിലേക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ എത്തുകയില്ല എന്നാണ് ബ്രോഡ്ബാൻഡ് പറയുന്നത്. In a noisy classroom, you decided to listen only to a teacher's voice. You completely miss your friend calling your name. അപ്പോൾ ബ്രോഡ്ബാൻഡിൻ്റെ ഒരു തിയറി പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ, നമ്മളൊരു ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ ടീച്ചർത് മാത്രമാണ് നമ്മൾ ലിസൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊന്നും നമ്മൾ കേൾക്കൂല എന്നുള്ളതാണ്, ബാക്കിയുള്ളതൊക്കെ ബ്ലോക്ക് ആവും എന്നാണ് അദ്ദേഹത്തിൻ്റെ തിയറി പറയുന്നത്. സോ അതിൽ ലിമിറ്റേഷൻസ് ഉണ്ട്, ഇല്ല എന്നല്ല, അതെന്ത് ചെയ്യാം, നമുക്ക് ഓരോ തിയറീസ് അതിന് മേക്കപ്പ് ചെയ്ത് പോകുന്നുണ്ട്. നോക്കാം ഇനി ട്രേസ്മാൻ്റെ അറ്റനേഷൻ മോഡൽ. 1964 മോഡിഫിക്കേഷൻ ഓഫ് ബ്രോഡ്ബാൻഡ്സ് മോഡൽ, ബ്രോഡ്ബാൻഡിൻ്റെ തിയറിയിൽ നിന്ന് കുറച്ച് മോഡിഫൈ ചെയ്തിട്ടുള്ള സ്റ്റഡീസ് നടക്കുകയാണ്. അങ്ങനെയാണ് അറ്റനേഷൻ മോഡൽ എന്നുള്ളൊരു തിയറി വരുന്നത്. റീപ്ലേസ് ബ്രോഡ്ബാൻഡ് ഫിൽറ്റർ വിത്ത് ആൻ അറ്റനേറ്റർ. എന്താ സംഭവിച്ചത്, ബ്രോഡ്ബാൻഡിൻ്റെ ഫിൽറ്ററിന് പകരം ഒരു അറ്റനേറ്റർ എന്ത് ചെയ്തു, അവിടെ ഒരു ഫിക്സ് ചെയ്തു. അപ്പോൾ എന്താ സംഭവിച്ചത്, ഫിൽറ്റർ ഡസിൻറ്റ് ബ്ലോക്ക് അൺഅറ്റൻഡഡ് ഇൻഫോ, ഇറ്റ് ഓൺലി വീക്കൻസ്, അഥവാ അറ്റനേറ്റ്സ്. അപ്പോൾ ഈ അൺഅറ്റൻഡഡ് ആയിട്ടുള്ള ആ ഒരു സ്റ്റിമുലസുകൾ, അൺഅറ്റൻഡഡ് ആയിട്ടുള്ള എല്ലാ സ്റ്റിമുലസുകളും ബ്ലോക്ക് അല്ല ചെയ്യുന്നത്, മറിച്ച് എന്താ ചെയ്യുന്നത്, അത് വീക്കാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ള സ്റ്റിമുലസ് ഇവിടെ എത്തുന്നത്. സോ അറ്റനേറ്റർ, ഫിൽറ്ററിൻ്റെ അവിടെ അറ്റനേറ്റർ എന്നുള്ള ഒരു ടേം എന്ത് ചെയ്തു, അഥവാ അറ്റനേറ്റർ എന്നുള്ള സിസ്റ്റം ട്രേസ്മാൻ കൊണ്ടുവന്നു. ഇതാണ് കോക്ടെയിൽ പാർട്ടി ഇഫക്റ്റിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മളൊരു ഹാളിൽ, നമ്മൾ പലപ്പോഴും പറയും, നമുക്കൊക്കെ അറിയുന്ന ഒരു എക്സാമ്പിളാണ്, ഒരു വലിയൊരു ഹാളിൽ നമ്മൾ നമ്മുടെ പേര് ഒരാൾ വിളിക്കുമ്പോൾ, സ്വാഭാവികമായിട്ട് ഒരു പേര് ഉറക്കനെ വിളിക്കുമ്പോൾ അതിലേക്ക് പെട്ടെന്ന് നമ്മൾ അറ്റൻഷൻ പോണത് എന്താ, ബാക്കിയുള്ളതൊക്കെ അറ്റനേറ്റ് ചെയ്തിട്ട് ആ ഒരു പേരിന് എന്ത് ചെയ്യും, അത്യാവശ്യം ഹൈ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നു, നമ്മൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അൺഅറ്റൻഡഡ് ഇൻഫോ ഈസ് വീക്കൻഡ് നോട്ട് ബ്ലോക്ക്ഡ്. മനസ്സിലായില്ലേ, അൺഅറ്റൻഡഡ് ഇൻഫോ എന്ന് പറഞ്ഞാൽ അത് വീക്കെൻഡ് ആകുന്നത് ഒരിക്കലും ബ്ലോക്ക് ആവുന്നില്ല. അടുത്തത്, അറ്റ് എ പാർട്ടി യു ഫോക്കസ് ഓൺ യുവർ ഫ്രണ്ട്സ് കോൺവെർസേഷൻ. നേരത്തെ പറഞ്ഞു അതിൻ്റെ എക്സാമ്പിൾ, കോൺവെർസേഷൻ ബട്ട് സഡൻലി ഹിയർ യുവർ നെയിം മെൻഷൻഡ് ഫ്രം അക്രോസ് ദ റൂം. ഓക്കെ, അത് നമ്മൾ നോട്ടീസ് ചെയ്യുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ മെസ്സേജസ് വരുന്നു. അറ്റിനേറ്റർ എന്നാണ് അതിനെ പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ചെറുത് വലുത് എന്നുള്ളതൊക്കെ അതിൻ്റെ വീക്കാക്കുന്നു, ഹൈ ആക്കുന്നു. കണ്ടോ, ഈ ഏരോ മാർക്കിന്ന് ഇവിടെ അത്യാവശ്യം ബോൾഡാക്കി കൊടുത്തിട്ടുള്ളത് എന്താണ്, അറ്റൻഡ് ചെയ്തതാണ്. അൺഅറ്റൻഡഡ് മെസ്സേജ് എന്ത് ചെയ്തു, വീക്കായി. പിന്നെ ഡിക്റ്റേറ്റ് ചെയ്യുമ്പോൾ ആ ഹൈ ആയിട്ടുള്ള വീക്കായിട്ടുള്ള സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, വീക്ക് കൊണ്ട് അത് അറ്റൻഡ് ചെയ്യാതെ അറ്റൻഡ് ചെയ്യുക ഏതായിരിക്കും, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അറ്റൻഡ് ചെയ്യും. അപ്പം അതാണ് എന്ത്, അറ്റനേറ്ററാണ് ട്രേസ്മാൻ കൊണ്ടുവരുന്ന അറ്റനേഷൻ മോഡൽ. ഇപ്പം ഗ്രേ ആൻഡ് വെഡർബാൻ 1960 ഒരു എക്സ്പെരിമെൻറ്റ് നടത്തുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ആ എക്സ്പെരിമെൻറ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ലെഫ്റ്റ് ഇയറിൽ എന്ത് ചെയ്തു, ഡിയർ, 7, ജെയിൻ എന്നുള്ള 2 വാക്കും ഒരു നമ്പറും കേൾപ്പിച്ചു. റൈറ്റ് ഇയറിൽ 9, aunt and 6 ഈ ഒരു നമ്പറും ഒരു നെയിമും എന്ത് ചെയ്തു, കേൾപ്പിച്ചു. അപ്പം അവരെടുത്തുനിന്ന് വാട്ട് വ്യൂ ഹിയർഡ്, നിങ്ങൾ റൈറ്റ് ഇയറിൽ നിന്ന് എന്താണ് കേട്ടത് എന്ന് ചോദിച്ചപ്പോൾ, ലെഫ്റ്റ് ഇയറിൽ നിന്ന് എന്താണ് കേട്ടത് എന്ന് ചോദിച്ചപ്പോൾ എന്താണ് ആൻസർ വന്നത്, ഡിയർ, ഓണ്ട്, ജെയിൻ. സോ ഈ ഒരു ആൻസർ ആണ് വന്നിട്ടുള്ളത്. അതെന്താണ്, അപ്പം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എന്താണ് അറൈസ് ചെയ്യാണ്. എന്താ ക്വസ്റ്റ്യൻ വരുന്നത്, യഥാർത്ഥത്തിൽ ബ്രോഡ്ബാൻഡ് പറയുന്നതും ട്രേസ്മാനൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്, ഫിൽറ്റർ നടന്നിട്ടാണ് അഥവാ ഫിൽറ്റർ നടന്നിട്ടാണ് മെമ്മറി പോകണം എന്നുള്ളതാണ്. പക്ഷേ ഫിൽറ്ററിൻ്റെ മുന്നേ തന്നെ ഇതിൻ്റെ മീനിങ്സ് എങ്ങനെ വരെ അറിഞ്ഞു, മീനിങ്സ് നോക്കിയിട്ടാണ് ഇവർ തെറ്റായ ഒരു ആൻസർ തരുന്നത്. ഏത്, റൈറ്റ് ഇയറിൽ കേട്ടത് ലെഫ്റ്റ് ഇയറിൽ കേട്ട രൂപത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ അതിനെന്തോ ഒരു കോമ്പിനേഷൻ അവർ കണ്ടെത്തിയിട്ടാണല്ലോ. സോ അതെങ്ങനെ സംഭവിച്ചു, അങ്ങനെയാണ് യഥാർത്ഥത്തിൽ നെക്സ്റ്റ് തിയറികളിലേക്കൊക്കെ വരുന്നത്. ഇത് ഡെഷ് ആൻഡ് ഡെഷ് ലേറ്റ് സെലക്ഷൻ തിയറി 1963. സെലക്ഷൻ ഹാപ്പൻസ് ലേറ്റർ. സെലക്ഷൻ എപ്പോഴാണ് നടക്കുന്നത്, ലേറ്റർ ആയിട്ടാണ് നടക്കുന്നത്. അറ്റ് ദ റെസ്പോൺസ് സ്റ്റേജിലാണ് എന്ത് ചെയ്യുന്നത്, സെലക്ഷൻ നടക്കുന്നത്. ഇൻഫർമേഷൻ ഈസ് സെലക്ടഡ് ഈസ് ഡിപ്പെൻഡ് ഓൺ ഹൗ റിലവൻറ്റ് ഇറ്റ് ഈസ്
അറ്റ് ദാറ്റ് ടൈം. ആ ഒരു ടൈമിൽ അത് എത്രത്തോളം റിലവൻ്റ് ആണ് എന്ന് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത് എന്നാണ് ഡെഷ് പറയുന്നത്. സെലക്ഷൻ ഒക്കേഴ്സ് ലേറ്റ് ആഫ്റ്റർ പെർസെപ്ച്വൽ പ്രോസസ്സിംഗ് ഹാസ് ഇൻ്റർപ്രറ്റഡ് ദ സ്റ്റിമുലസ്. കണ്ടോ, ഇൻപുട്ട് സ്റ്റിമുലൈ സെൻസറി സ്റ്റോറിലെത്തുന്നു, പ്രോസസ്സിംഗ്, പെർസെപ്ഷൻ, ദെൻ സെലക്റ്റീവ് ഫിൽട്ടർ, വർക്കിംഗ് മെമ്മറി. എന്താണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് മനസ്സിലാകുന്നു. അത് നേരെ എവിടേക്ക് പോകുന്നു, വർക്കിംഗ് മെമ്മറിയിലേക്ക് പോകുന്നു. പിന്നെ ഡാനിയൽ കൺമാൻസ് കപ്പാസിറ്റി മോഡൽ 1973 attention as a set of cognitive process for categorizing a recognizing stimuli, അഥവാ ഹൗ മച്ച് മെൻ്റൽ എഫേർട്ട് ഈസ് റിക്വയർഡ് ഫോർ ദിസ് ടാസ്ക്. ഒരു ടാസ്കിന് എത്രത്തോളം മെൻ്റൽ എഫേർട്ട് വേണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൊടുക്കുന്ന ഒരു അറ്റൻഷനാണ്. അതാണ് കപ്പാസിറ്റി മോഡൽ. എത്രത്തോളം കപ്പാസിറ്റിയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, നമ്മളെ വളരെ സിമ്പിളായിട്ടാണ് ഈ തിയറീസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബിക്കോസ് നമ്മളെന്താണ്, ഒരു ചെറിയ സമയം കൊണ്ട്, വളരെ ചെറിയ മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ഒരു ക്വസ്റ്റ്യനും അതുമായിട്ട് ബന്ധപ്പെട്ട ഏരിയ ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മളൊരു കീ ആയിട്ടുള്ള നമ്മൾ ഉദ്ദേശിച്ച കാര്യം. വലിയൊരു 2 മണിക്കൂർ 3 മണിക്കൂറിലപ്പുറത്ത് കുറച്ച് മിനിറ്റുകൾ കൊണ്ട് ഒരു ക്വസ്റ്റ്യനും അതുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകളും ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇവിടെ രണ്ടാമത്തെ PYQ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമുക്കറിയാം അറ്റൻഷൻ്റെ തിയറിയാണ്. ആ തിയറി കംപ്ലീറ്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അതന്നെ ഇതും ഇതിൽ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ള മുഴുവനും ഡീറ്റെയിൽ ആയിട്ടും ഡിസ്കസ് ചെയ്തിട്ടില്ല. അതിൽ നമ്മളെ ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്യുന്നു. എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതെന്ന് നോക്കി. സോ വിച്ച് മോഡൽ ഓഫ് അറ്റൻഷൻ സജസ്റ്റഡ് ദാറ്റ് ഇൻഫർമേഷൻ ഈസ് ഫിൽറ്റർഡ് ബേസ്ഡ് ഓൺ ദ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്, നമ്മൾ നേരത്തെ നോക്കി. ഇപ്പോൾ ഡിസ്കസ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് കുറച്ചും കൂടി മനസ്സിലായി. ഏതാണ്, ട്രേസ്മാൻസ് അറ്റൻവേഷൻ മോഡലാണോ, അല്ല. ബ്രോഡ്ബാൻഡ് ഫിൽട്ടർ മോഡലാണോ, യെസ്. സോ എന്താണ് ആൻസർ വന്നിട്ടുള്ളത്, ബ്രോഡ്ബാൻഡ് ഫിൽട്ടർ മോഡൽ. സോ തിയറിയുടെ ഭാഗത്തു നിന്ന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് അറ്റൻഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. നേരത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തു, ടൈപ്പ് ഓഫ് അറ്റൻഷൻ എന്ന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ. അത് കുറച്ചും കൂടെ എന്താണ് ഡീപ്പസ്റ്റ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിലും ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ബ്രോഡ്ബാൻഡ് ഫിൽട്ടർ മോഡൽ. സോ നമുക്ക് മനസ്സിലാക്കണം, ഫിൽറ്റേർഡ് ബേസ്ഡ് ഓൺ ദ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് അറ്റൻഷൻ്റെ തിയറിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നല്ലോണം നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കണം. കാരണം എന്താ വെച്ചാൽ മേ ബി വളരെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഓരോന്നിലും വരുന്നുള്ളൂ ചില സമയത്തൊക്കെ. ഓക്കെ, അപ്പം അതൊക്കെ എന്ത് ചെയ്യുക, വളരെ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലാക്കിക്കൊണ്ട് 2025 ജൂണിൽ ചോദിച്ച ഒരു ചോദ്യമാണ്, മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. സോ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി യൂണിറ്റ് 5 ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നെക്സ്റ്റ് ഒരുപാട് സെൻസേഷൻ, പെർസെപ്ഷൻ, മെമ്മറി, ലേണിംഗ്, ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ കോർ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മളെ PYQ ആണ് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ യൂണിറ്റ് 5ൻ്റെ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ഒരുപാട് ഏരിയകളുണ്ട്, അറ്റൻഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാത്ത ഒരുപാട് ഏരിയകളുണ്ട്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ വെബിനാറിലായിരിക്കും. സോ ആ വെബിനാർ ഉണ്ടാകുന്ന രൂപത്തിൽ നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൻ്റെ ലിങ്ക് താഴത്ത് കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പിൻ്റെ, അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അതിൽ നമ്മൾ ഫ്രീ ആയിട്ടാണ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. യൂട്യൂബ് ക്ലാസ്, ഇതുപോലെയുള്ള PYQ ഡിസ്കഷൻ ആയിട്ടുള്ള യൂട്യൂബ് ക്ലാസ്, പിന്നെ വെബിനാറിൻ്റെ സ്റ്റഡി നോട്ട്സ്, സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ ഡെയിലി ആയിട്ടുള്ള പോൾസ് നമ്മളതിൽ ചെയ്യാറുണ്ട് ആക്ടിവിറ്റി ആയിട്ട്. പിന്നെ വ്യാഴാഴ്ചകളിൽ 5 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ പിറ്റേ ദിവസം അതിൻ്റെ ആൻസേഴ്സ്, പിന്നെ ഒരു മോക്ക് ടെസ്റ്റ് ശനിയാഴ്ച. ഈ ഒരു അറ്റൻഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മോക്ക് ടെസ്റ്റ് ആയിരിക്കും ഈ വരുന്ന ശനിയാഴ്ച ഉണ്ടാവുക. ആപ്പ് ത്രൂ 20 ക്വസ്റ്റ്യൻസ്. അതൊക്കെ നമ്മൾ ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നിങ്ങൾ സൈക്കോളജി നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ താഴെയുള്ള വാട്സപ്പ് ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.